ആനയുടെ പുറത്ത് ഇങ്ങനെ ഹെലികോപ്റ്ററും കൃത്രിമ ഉപഗ്രഹവും ഒക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കൊട്ടേക്കാടാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി കൊട്ടേക്കാട് പള്ളിയിൽ കോടമാറ്റം കാണാൻ പോകാണ് കേട്ടോ. ചെന്നിറങ്ങി വഴിക്കാൻ ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനെ കുറിച്ചുള്ള സംസാരം അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. പരിപാടികളൊന്നും സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പള്ളിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മുടെ കോടമാറ്റം നടക്കാൻ പോകുന്നത്. ഈ ചേച്ചി ഇവിടെ സ്ഥലം പിടിച്ചിട്ടാ. ഈ ഗ്യാപ്പിൽ നമ്മൾ പള്ളിയുടെ ഉള്ളിലൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടുട്ടാ. എന്തുട്ട് രസല്ലേ. പോലീസുകാർ നമ്മളെ പോലെ പരിപാടി കവർ ചെയ്യാൻ നിൽക്കുന്നയാ. ഈ ഉണ്ണി പെരുന്നാൾ മുതലാക്കിട്ടാ. അതെ ബലൂണൊക്കെ കിട്ടിയിട്ടാ. ഉണ്ണി ഹാപ്പിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടേക്കാട് കുരിശുപള്ളി. നമ്മളെ എവിടെ പരിപാടി കാണാൻ പോയാലും നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ജിനിലെ റിലേറ്റീവ്സിനാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഈ ചേട്ടന് ക്യാമറ കണ്ട നാണാന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. റോട്ടിലെ ആൾക്കാരെ തിക്കും തിരക്കും ബഹളം കണ്ട് നോക്കിയപ്പോ വരുന്ന ഒരു കൂട്ടം ഏഞ്ചൽസ് ലൈവായിട്ട്. പള്ളി പെരുന്നാളിന് അപ്പാപ്പന അമ്മയുടെ ട്രെൻഡ് കഴിഞ്ഞുട്ടാ. ഇപ്പോഴത്തെ ട്രെൻഡ് ഏഞ്ചൽസ് കേട്ടോ. എന്താ രസല്ലേ. നമ്മുടെ തോമയെത്തിണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഇവർ ഈ ചർച്ച നടത്തുന്നത് പള്ളിയുടെ ലൈറ്റിനെ കുറിച്ചിട്ടും പള്ളിനെ കുറിച്ചിട്ടാ. എന്താലേ അങ്ങനെ ഒരു ടീം. ഗ്രൗണ്ടിലെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു തുടങ്ങിട്ടാ. നമ്മുടെ കരിവീരന്മാരൊക്കെ വന്നു തുടങ്ങിട്ടാ. കിഴക്ക് ഭാഗം ടീമിന്റെ ആനകളാണ് ആദ്യം എത്തിയേക്കണത്. അങ്ങനെ നമ്മടൊപ്പം പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടിട്ടാ. ഇതാണ് നമ്മുടെ ജിതു. ഇവന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. നമ്മളെ കൂടെ മൂത്ത് നിറച്ച് നിൽക്കുക. ഇനി എന്ത് പെണ്ണ് കിട്ടാനാണാവോ. ആൾക്കാരൊക്കെ നിറഞ്ഞത് ജനസാഗരായിട്ടാ കൊട്ടേക്കാട്. ഒരു സൈഡില് പഞ്ചവാദി ആണെങ്കിൽ അപ്പുറത്തെ സൈഡില് ബാൻഡ് സെറ്റ്. എന്തുട്ട പെരുന്നാൾ വൈബിലെ. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഒല്ലൂര് റപ്പായൽ മാലാകയുടെ ക്ഷണം ലഭിച്ചത്. ഇതാണ് നമ്മുടെ തേട ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ഓണർ എന്ന് പറയാൻ പറഞ്ഞുട്ടാ. അങ്ങനെ പടിഞ്ഞാറ് ഭാഗം ടീമിന്റെ ആനകൾ കൂടി വന്നോടുകൂടിയിട്ട് കൊടമാറ്റം ഇപ്പൊ തുടങ്ങൂട്ടാ. കിഴക്ക് ഭാഗം ടീം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാ. പടിഞ്ഞാറ് ഭാഗം ടീം ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് അവരുടെ പേര് എഴുതി കാണിച്ചു കൂട്ടാ. കൊട മയിലിരിക്കുന്നു. അപ്പോഴേക്കും തീന്റെ ഷേപ്പിൽ വചന എഴുതിയിട്ടുള്ള കൊട. ഇനിയും കുറെ അധികം കൊടകൾ കൂടി ഉണ്ടായിരുന്നുട്ടാ. നമുക്ക് വിവരിക്കാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് കാണിച്ചു പോട്ടെ ഈ കൊടകളൊക്കെ. ഇതിന്റെ ഇടയിലാണ് ഇവരുടെ ഒരു അംഗം വിട്ടുള്ളൂ. തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കണ്ടുപിടിച്ചിട്ടാ. പിന്നെയും കുറെ കൊടകൾ ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണട്ടാ. എന്തോരം ബുദ്ധിമുട്ടുണ്ടാവൂലേ. മഴ തുടങ്ങിയപ്പോ ഇവരെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫുള്ള് തലയിലായിട്ടുണ്ട് കേട്ടോ. മഴ തുടങ്ങിയപ്പോ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് എവിടെയെങ്കിലും കയറിക്കാന്നുള്ള തീരുമാനമായിട്ട്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയത്. കയറി നിൽക്കാൻ വേണ്ടി സ്ഥലം തപ്പി നടക്കുമ്പോൾ നിൽക്കും നമ്മുടെ അൽഫി അമ്മയും. അവര് നമ്മളോട് പറയാ ഈ കൊടയിൽ കയറിക്കോളാൻ. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി കൊടുത്ത കൊടയിലാണ് കേട്ടോ അവര് കയറി നിൽക്കുന്നത്. മഴ എന്ന് പറഞ്ഞപ്പോ ദേവരിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA സേവ്യർ ചിറ്റലപ്പള്ളി സാറ്. അങ്ങനെ വീണ്ടും കൊടമാറ്റം കാണാൻ ചെന്നപ്പോ കൊട്ടേക്കാട് പള്ളി ആനയുടെ പുറത്ത് കയറ്റി എടുത്തേക്കുന്നു. വീണ്ടും ഒരു രക്ഷയില്ലാത്ത കൊടമാറ്റം ചേട്ടൻ നടന്നുകൊണ്ടിരിക്കണേ. ഇതിനൊരു അവസാനം ഇല്ലെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. അത്രയധികം വെറൈറ്റി കൊടകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു കാഴ്ച സമ്മാനിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും ഞാൻ നേരിടുന്നു. ഞാനാണെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു. ഇവരാണെങ്കിൽ കരിമ്പിൻ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. ക്യാഷ് കൊടുക്കാൻ നോക്കണ നേരത്തെ നമ്മുടെ GPay വർക്ക് ആവണില്ല. അപ്പോഴാണ് ഈ ചേച്ചി നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. ഈ ചേച്ചി നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സഹായം ആവശ്യം വന്നില്ല. ആനകൾ വന്നത് കുരിശുപള്ളിയിൽ വണങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. നമ്മളൊരു പാക്കറ്റ് കപ്പലണ്ടി മേടിച്ച് നമ്മൾ പോന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.